ഒരു പാട്ടുപാടും. അവരുണ്ടാകുമ്പോൾ സമൂഹത്തിന് ജീവൻ ഉണ്ടാവും. അവർ മരിച്ചാൽ പിന്നെ അവരെ ദിക്ർ കൊണ്ട് ജീവൻ ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീരാത്തൊരു ഫന്നായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽപ്പെട്ട ഒരുപാട് മഹാന്മാരുണ്ട്. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, സുൽത്താൻ ആരിഫീൻ അഹ്മദ് അൽ-കബീർ റിഫാഇ, ബഹുമാനപ്പെട്ട അഹ്മദ് ബദവി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു, സുൽത്താൻ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, അബുൽ ഹസൻ ഷാദിൽ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ അനവധി കോയസും ചെറുപ്പങ്ങൾ അബുൽ ഹസൻ ഷാദിലി തങ്ങൾ, അബുൽ അബ്ബാസ് മുർസി തങ്ങൾ, അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി തങ്ങൾ, അവരൊക്കെ റിജാലുൻ കൽ ജിബാൽ, അവർ പർവ്വതങ്ങളെ പോലത്തെ ആളുകളാണ്. അവർ ഫഇന്ന സഖറൻ ലതൽതമുൽ ഹുദാതു ബി കഅന്നഹു അലമുൻ ഫീ റഅസിഹി നാറു. മലമുകളിൽ വിളക്ക് വെച്ച ആളുകൾ, മുകളിൽ വിളക്ക് വെച്ച പർവ്വതങ്ങളെ പോലെ. അല്ലാഹു അവരിലേക്ക് ചേരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തസവ്വുഫിനെയും തരീഖത്തിനെയും വർജിക്കാതിരിക്കുക. അതാണ് നേരെ. അത് ദീനിന്റെ അലദ്ദായ ഭാഗമാണ്. ദീനിന്റെ ഏറ്റവും അലദ്ദായ ദീനാണ്. അത് ദീനാണ്. അത് ദീനിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അതിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ഒന്നേ പേടിണ്ടാവില്ല. അവിടെ കയറി എന്തുകൊണ്ട് ഉള്ളിൽ ക്ലിയറാണ്. അത് റസൂലുള്ളാഹിയിൽ നിന്ന് സ്വയം തർബിയത്ത് കിട്ടിയവർ, പിന്നെ അവരെ കിട്ടിയവരിൽ നിന്ന് കിട്ടിയവർ. ഇദാ ജാനി ഫസഅലാനി മൻ റബ്ബുക അസ്അലുഹുമാ ഫമൻ റബ്ബുകുമാ. നിന്റെ അടുത്ത് വരട്ടെ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം. ഫസഅലാനി, എന്നിട്ട് എന്നോടൊന്ന് ചോദിക്കട്ടെ, മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ് എന്ന് എന്നോടൊന്ന് ചോദിക്കട്ടെ മുൻകർ നക്കീർ. ഞാൻ അവരെ തിരിച്ചു പഠിപ്പിക്കുമെന്ന് സയ്യിദുനാ ഉമർ. കുന്തു അബ്ദ മുഹമ്മദിൻ, ഞാൻ മുഹമ്മദിന്റെ അടിമയായി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ നടന്നവന്. എന്നെ ചോദിക്കാൻ അവരാരാ? എന്നോടൊന്ന് ചോദിക്കട്ടെ നിന്റെ റബ്ബാരാൻ. അസ്അലുഹുമാ ഫമൻ റബ്ബുകുമാ, നിങ്ങളെ റബ്ബാരാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കും. നിങ്ങളെക്കാൾ വലിയ ആളോട് നിന്റെ റബ്ബാരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേറെ ആളൊന്ന് മരിച്ചിട്ടുണ്ടാവും, അവിടെ പോയിക്കോളി. ഇവിടെ വെറുതെ നേരം കളയണ്ട. അത് സ്റ്റെയിൻലെസ് ആണ്, സാധനം വേറെയാണ്. നമുക്ക് ഖബർ എന്ന് പറയുമ്പോൾ പേടിയാ, മറ്റേത് ഖബർ എന്ന് പറഞ്ഞാൽ തിർപ്പടിയാ. അത് റസൂലുള്ളാഹിന്റെ തെർബിയത്തിലാണ്. ആ തെർബിയത്തിൽ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദ് വഫാത്താകാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞു, എന്നോട് മുൻകർ നക്കീർ വന്ന ഒറ്റ വാക്ക് പറയും, പിന്നെ മിണ്ടൂല. അബൂ യസീദിന്റെ മുരീദാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അബൂ യസീദിന്റെ ഖബർ പോയി ചോദിക്കും, മുരീദ് എങ്ങനെയുണ്ട്, നിന്നെ ശല്യപ്പെടുത്തണ്ട, എനിക്ക് ഉറപ്പണിയുണ്ട്. സംഭവം സഹിയാണെന്ന് ഇസ്മാഉൽ ഹഖ് ബറൂസവി തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തി. ചിന്തിക്കുക. അതന്നെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ശൈഖ് മഖ്ദൂമി തങ്ങളുടെ ശിഷ്യനും മുരീദും തെർബിയത്തിലുമായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാർ. എന്താ കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞത്? ഞാൻ മുസ്ലിയാർ പറഞ്ഞത്, നരകത്തിനെ എനിക്ക് പേടിയല്ല പഠിച്ചോനെ. നരകത്തിലാണെങ്കിൽ നരകത്തിലേക്ക് എനിക്കൊരു ബേജാറില്ല. നരകത്തിനെ ഞാൻ പേടിച്ചത് നമുക്ക് ഇബാദത്തെ ചെയ്യില്ല. നരകന്റെ പോലത്തെ സൃഷ്ടിയല്ല. എനിക്ക് നരകത്തിനെ പേടിക്കേണ്ട ആവശ്യം, എനിക്ക് തന്നെയല്ലേ പേടിക്കേണ്ടുള്ളൂ. നരകത്തിനെ കുഞ്ഞായി പേടിക്കുക. നരകത്തിലേക്ക് കുഞ്ഞായിനെ പറഞ്ഞാൽ കുഞ്ഞായിനൊരു ബേജാറില്ല. പിന്നെ എന്തേ ഉള്ളൂ, ഞാൻ അവിടെ പോയി കിടന്നാൽ ആ മാവില കായ്ക്കാര് തീയന്മാര് കളിയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു മൂലിരപ്പള്ളി നമ്മളൊപ്പം തന്നെ കിടന്നല്ലോ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞവർക്കൊരു മോശം ഉണ്ടാവും. അല്ലാതെ കുഞ്ഞായിനെ വിഷമമൊന്നുമില്ല. കുഞ്ഞായി നരകത്തെ പിടിച്ച് അമലേ ചെയ്യൂല. കുഞ്ഞായിന് എന്നെ പേടിയുള്ളൂ. നരകൻ എന്നെ പോലത്തെ സൃഷ്ടിച്ച കുഞ്ഞായിനെ നരകത്തിനെ പിടിച്ച് അമലനെ ചെയ്യൂല. കുഞ്ഞായി മിസ്സിലായി അങ്ങനെയുണ്ട്. സൂഫിയ ഉള്ളിലേക്ക് സാധനം ഇറങ്ങിയാലേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അതാണ് നരകം എന്ന് പറയുമ്പോൾ പേടിക്കുക. സ്വർഗം നമ്മൾ ആഗ്രഹിക്കുക. അവരുടെ ലക്ഷ്യം തന്നെ സ്വർഗത്തെ അവർ ആഗ്രഹിക്കുകയുമില്ല. സ്വർഗം ഒരു വിഷയമല്ല. സ്വർഗം ആഗ്രഹിക്കൽ നമ്മൾ പത്ത് ശിശുക്കളാണ്. ഒരു കുട്ടി ഒരു ഉമ്മാക്ക് ഒരു അത്യാവശ്യം ഒരു പുരയില് ഉമ്മാക്ക് കുളിക്കാൻ നോക്കുമ്പോൾ പുരയില് സോപ്പില്ല. അപ്പൊ കുട്ടിയോട് പറഞ്ഞ മോനെ കുഞ്ഞുമോനെ സോപ്പില്ലല്ലടാ ഉമ്മാക്ക് കുളിക്കാൻ, ഞാൻ പീടി പോയി സോപ്പായി കുളിക്കാം. അപ്പൊ കുട്ടി മടി കാണിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞ് കുഞ്ഞുമോനെ ഒന്ന് പോയിട്ട് സോപ്പ് വാങ്ങിക്കൊണ്ടിരടാ, ഉമ്മാക്ക് കുളിക്കാൻ സോപ്പില്ലാത്തല്ലേ.
എനിക്ക് ₹1 ഞാൻ തരണേ, നീ മുട്ടായി വാങ്ങിക്കോട്ടെ, എനിക്കൊരു ₹1 ഞാൻ തരാം, ഈ മുട്ടായി വാങ്ങിക്കോട്ടെ കേട്ടാൽ കുഞ്ഞോൻ പിന്നെ വേഗം ചെയ്യാറാവും. വേഗം പൈസയും വാങ്ങി ഓടി ₹1 മുട്ടായി വാങ്ങി, സോപ്പ് വാങ്ങി, സന്തോഷമായി. ഉമ്മ വിളിച്ചു. ഈ കുഞ്ഞുമോൻ തന്നെ പിന്നെ 10-25 വയസ്സായി വലിയ മനുഷ്യനാവും. ഉമ്മാക്ക് കുറച്ച് വയസ്സാവും. ഒരിക്കൽ എവിടുന്നോ ധൃതി പിടിച്ച് പണിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമോൻ ഉച്ചക്ക് കയറി വരിക. ഉമ്മ കുളിച്ചിട്ടില്ല. ഉമ്മ പറഞ്ഞു, കുഞ്ഞുമോനെ എടാ ഞാൻ വരാൻ കാത്തിരിക്കാണ്, ഇവിടെ സോപ്പില്ലല്ലോ എന്നാണ്. സോപ്പിന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് വരികയല്ല ഉമ്മ, ഇനി പീടിയെ പോണോന്ന് വെച്ചോ പറഞ്ഞ. ഇത് സാരല്ലടാ, ഞാനൊക്കെ ₹1 മുട്ടായി വാങ്ങിക്കോന്ന് പറഞ്ഞാൽ ഇപ്പം വിചാരിക്കപ്പാടച്ചോനെ എന്റെ ഉമ്മാക്ക് എന്തു പറ്റില്ല, പ്രായം കഴിഞ്ഞു. സ്വർഗം തരാ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ശിശുക്കളോട് പറയുന്ന വർത്താനാണ്. അവർക്ക് സ്വർഗം കിട്ടും, പക്ഷെ സ്വർഗം അവരുടെ ലക്ഷ്യമല്ല. സ്വർഗത്തെ ലക്ഷ്യമായി അമൽ ചെയ്യൽ പോലും അവരെ തരം വഷളത്തരായി അവർക്ക് തോന്നും. അവർക്ക് സ്വർഗം പോലും ലക്ഷ്യമല്ല, അവർ ലക്ഷ്യം അല്ലാഹു മാത്രമാണ്. അല്ല, അത് ലക്ഷ്യമല്ല, അതിന്റെ ഉറപ്പല്ലേ. അള്ളാന്റെ ഹബീബിന് അള്ളാഹു സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ പൊട്ടിക്കരയുന്ന അബ്ദെന്തിനാ സ്വർഗത്തിൽ ആഗ്രഹിച്ച അതുകൊണ്ട് കുട്ടികളെ തള്ളണ്ട, ആവശ്യമുണ്ടാവും. അതിനെ കുഴിച്ചിടാൻ നോക്കുന്നവർ സ്വയം കുഴിത്തുകൊണ്ട്. അത് ദീനിന്റെ അലദ്ദായ ഭാഗമാണ്. തസവുഫും ത്വരീഖത്തും ഇല്ലെങ്കിൽ ദീൻ പിന്നെ കമ്മ്യൂണിസവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുകയും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ഇവിടെ വന്ന് ഈ രാത്രി നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. അള്ളാഹു ഈ മഹാന്റെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവരോട് കൂടെ ഫിർദൗസിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെ മശായിഖന്മാരോട് കൂടെ മുസ്തഫാ നബിയിലേക്ക് ചേരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അനവധി 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 ആളുകൾക്ക് അള്ളാഹുവിന്റെ വെളിച്ചം ഖൽബിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യനാണ് ഈ കിടക്കുന്നത്. അള്ളാഹു തആല ആ ഖൽബിന്റെ വെളിച്ചം അനവധി തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ അവരുടെ റൂഹിയായ തർബിയത്തിന് സമമാക്കി തരട്ടെ. അന്ത്യനാൾ വരെ അള്ളാഹു ഈ ഭൂമിയിൽ നിലനിർത്തട്ടെ. സാധുക്കളായ നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു ശുജാഇകളായ സാലിഹീങ്ങളായ ആലിമീങ്ങളാക്കി തരട്ടെ. ലാ യുദില്ലുഹും മൻ ഖദലഹും, നിന്ദിക്കുന്നവന്റെ മുന്നിൽ പേടിക്കാത്ത, ഏതൊരുത്തന്റെ മുന്നിലും തെറ്റാനടാണ് പറയുന്ന ധീരന്മാരായ ആൺകുട്ടികളായി ആലിമീങ്ങളായി നമ്മുടെ മുതുകിലൂടെ അള്ളാഹു അവരെ സഹായിക്കുന്ന മുത്തഖീങ്ങളായ ഉമറാക്കളെയും അല്ലാഹു തരട്ടെ. അങ്ങനെ ദീൻ ഉജ്ജ്വലമായ ഒരു ചരിത്രം ഈ ഉമ്മത്തിൽ, ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉജ്ജ്വലമായ ഒരു ചരിത്രം ഇനി കൂടി ആവർത്തിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അവരൊക്കെ വീണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ വെന്നിക്കൂടി പാതിപ്പിച്ച് തസവൂഫിന്റെയും ത്വരീഖത്തിന്റെയും സംശുദ്ധവും സമൃദ്ധവും സമ്പന്നവുമായ ഒരു കേരളത്തെ കണ്ട് ഖബറിൽ സന്തോഷിച്ച് കിടക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിന് ഇന്നത്തെ നമ്മുടെ ചെറുതാണെങ്കിലുമുള്ള ഈ ശ്രമം അള്ളാഹു ഒരു സബബാക്കി തരട്ടെ. അബ്ദുറസാഖ് ഉസ്താദ് അവരോട് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ. ഈ പ്രവർത്തനവും ഈ സ്ഥാപനവും അള്ളാഹു ഖൈറിന്റെ സ്ഥാപനവും ഖൽബുള്ള മക്കളെ പുറത്തിറക്കുന്ന സ്ഥാപനവുമായി അള്ളാഹു ഉയർത്തുമാറാകട്ടെ. ഈ സാധുവിന് വേണ്ടി നിങ്ങളൊക്കെ ദുആക്കണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.